everyone, welcome to Hybrid Campus. I am Nashida, your science faculty. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ NOS ബയോളജിയിലെ 11th ചാപ്റ്റർ ആയ ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഫോട്ടോസിന്തസിസ് എന്താണെന്ന് അറിയാം അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ ടു കമ്പൈൻ എന്ന് പറയും. അതായത് സൺലൈറ്റിന്റെ എന്തെങ്കിലും ലൈറ്റിന്റെ പ്രസൻസിൽ രണ്ട് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫോട്ടോസിന്തസിസ് എന്ന് പറയാം അല്ലേ? അപ്പോൾ നമ്മളുടെ എക്സിസ്റ്റൻസിന് ഹ്യൂമൻ ബീങ്സിന്റെ ആണെങ്കിലും ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും എല്ലാ ജീവികളുടെയും എർത്തിലെ എക്സിസ്റ്റൻസിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? ഈ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൾഗെ അല്ലെങ്കിൽ ക്ലോറോഫിലുള്ള ബാക്ടീരിയാസ് ഈ ഇനോർഗാനിക് മോളിക്യൂൾസ് സൺലൈറ്റിന്റെ പ്രസൻസിൽ അവരുടെ ഫുഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. അപ്പോൾ ഈ ഗ്രീൻ പ്ലാന്റ്സ് എന്താണ്? അവർക്ക് സൺലൈറ്റിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഗ്രീൻ പ്ലാന്റ്സ് ആർ capable of synthesizing carbohydrate from CO2 and H2O in the presence of light by the process of ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് എനർജി എന്താണ്? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഈ ലൈറ്റ് എനർജീനെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഏതൊക്കെയാ? ക്ലോറോഫിൽ, കെരാറ്റിനോയിഡ്, സാന്തോഫിൽസ്. ഇങ്ങനത്തെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എന്തായി മാറുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ് ആയി മാറുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6CO2 + 12H2O എന്തിൻ്റെ പ്രസൻസിലാ? ക്ലോറോഫിലിൻ്റെയും സൺലൈറ്റിൻ്റെയും പ്രസൻസിൽ C6H12O6, അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് എന്നൊക്കെ പറയും. 6H2O + CO2 ആയിട്ട് മാറുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആണ് എന്ത്? ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ എ ആണ് നമ്മളുടെ സോളാർ എനർജിയുടെ കെമിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്ലോറോഫിൽ എനെ എന്ത് പറയും? റിയാക്ഷൻ സെന്റർ അല്ലെങ്കിൽ എസെൻഷ്യൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് പറയാറുണ്ട്. ക്ലോറോഫിൽ എ ഈസ് ദ എസെൻഷ്യൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്. അതുപോലെ തന്നെ ഈ ക്ലോറോഫിൽ എന്റെ ചുറ്റോറായിട്ട് കുറെ അസസറി പിഗ്മെന്റ്സ് ഉണ്ട്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റു പിഗ്മെന്റ്സും ഉണ്ട്. അപ്പോൾ ഈ ക്ലോറോഫിൽ എയും അസസറി പിഗ്മെന്റ്സും ഒരു ഫങ്ഷണൽ ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയും? ഫോട്ടോസിസ്റ്റം എന്ന് പറയും. നമുക്ക് രണ്ട് ടൈപ്പ് ഫോട്ടോസിസ്റ്റം ഉണ്ട്. ഫോട്ടോസിസ്റ്റം 1 ഉണ്ട്, ഫോട്ടോസിസ്റ്റം 2 ഉണ്ട്. ഈ ഫോട്ടോസിസ്റ്റം 1ൽ ഈ ക്ലോറോഫിൽ എ 700 നാനോമീറ്റർ വേവ് ലെങ്ത് ഇല്ല, അതുവരെ ഇല്ല 700 നാനോമീറ്റർ വേവ് ലെങ്ത് വരെയുള്ള ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് പറയും? P700 എന്ന് പറയും. പിന്നെ ഫോട്ടോസിസ്റ്റം 2ലാണെങ്കിലോ അവിടെ 680 നാനോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത് വരെയുള്ള ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് പറയും? P680 എന്ന് പറയും. PS1ൽ നമ്മളുടെ ഫോട്ടോസിസ്റ്റം 1ൽ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയിട്ടുള്ളത് അയൺ പ്രോട്ടീൻ ആണ്. പക്ഷേ ഫോട്ടോസിസ്റ്റം 2ലോ ഫീനോഫൈറ്റീൻ ആണ് പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ. അതുപോലെ തന്നെ ഫോട്ടോസിസ്റ്റം 1ലെ ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ് പ്ലാസ്റ്റോസയാനിൻ, ഫെറഡോക്സിൻ, സൈറ്റോക്രോം. ഇനി ഫോട്ടോസിസ്റ്റം 2ലാണെങ്കിൽ ഫീനോഫൈറ്റിൻ, പ്ലാസ്റ്റോക്വിനോൺ, സൈറ്റോക്രോംസ് ആണ് എന്ത്? ഇലക്ട്രോൺ കാരിയേഴ്സ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നോട്ട് ചെയ്ത് വെക്കുക, അധികം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഫോട്ടോസിന്തസിസ് മാക്സിമം റെഡ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റിലാണ് നടക്കാറ്. ഈ യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റിൽ അത് കുറവായിരിക്കും. കാരണം എന്താണ്? ഈ ഗ്രീൻ ലീവ്സ് ഈ ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ എൻറ്റയർ പ്രോസസ്സ് ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് എവിടെയാണ് നടക്കുക? ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റ് തന്നെ രണ്ട് റീജിയനിലാണ് നമ്മളുടെ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നത്. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കുന്ന രണ്ട് പ്രോസസ്സും ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ രണ്ട് ഭാഗത്താണ് നടക്കുക. ലൈറ്റ് റിയാക്ഷൻ എവിടെയാണ് നടക്കുക? ഗ്രാന അല്ലെങ്കിൽ തൈലക്കോഡ് എന്നുള്ള ഭാഗത്താണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുക.
ട്രോമ എന്നുള്ള ഭാഗത്താണ് എന്ത് നടക്കുക, ഡാർക്ക് റിയാക്ഷൻ നടക്കുക. ഈ ലേറ്റ് റിയാക്ഷനിൽ വാട്ടർ എന്താണ്, ഓക്സിജൻ ആയിട്ട് കൺവേർട്ട് ആവാണ്. ഡാർക്ക് റിയാക്ഷനിലോ കാർബൺ ഡൈ ഓക്സൈഡ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ആവാണ്. ഈ ലേറ്റ് റിയാക്ഷനിൽ എന്താണ്, ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം ലേറ്റ് റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും ഉണ്ട്. നോൺ സൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൈക്ലിക് അല്ല, അതെന്താണ്, തിരിച്ച് അത് തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരില്ല. ഇവിടെ എന്താ പറയുന്നത്, നമ്മളുടെ വാട്ടറിന് ഇലക്ട്രോൺ ഉണ്ട്, അത് ഫോട്ടോസിസ്റ്റം 2ലേക്ക് ഫ്ലോ ചെയ്യുന്നു, പിന്നെ ഫോട്ടോസിസ്റ്റം 1ലേക്ക് മൂവ് ചെയ്തിട്ട് അവിടുത്തെ NADPനെ NADPH ആയിട്ട് റിഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ അത് തിരിച്ചു വരുന്നില്ല. അങ്ങനത്തെ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. ഇനി സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ഉണ്ട്, അത് എവിടെ നടക്കുക, ബാക്ടീരിയാസിലാണ് ഇത് നടക്കുക. അവിടെ എന്താണ്, ഫോട്ടോസിസ്റ്റം 2 ആബ്സെന്റ് ആയിരിക്കും. ഈ ഇലക്ട്രോൺ ഫോട്ടോസിസ്റ്റം 1ലേക്ക് പോവും. അവിടെ എന്താണ്, ATP പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് തിരിച്ച് P700 മോളിക്യൂളിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇതെന്താണ്, ഒരു സൈക്ലിക് പ്രോസസ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് പറയും, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയും. ഇനി നമുക്ക് ഡാർക്ക് റിയാക്ഷനെ കുറിച്ച് നോക്കാം. ഡാർക്ക് റിയാക്ഷനിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫസ്റ്റ് RUBP റൈബുലോസ് ബൈഫോസ്ഫേറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു 3PGA എന്നുള്ള കോമ്പൗണ്ട് ആക്കി മാറ്റുന്നുണ്ട്, 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആക്കി മാറ്റുന്നുണ്ട്. ഇനി പിന്നെ അത് കാൽവിൻ സൈക്കിളിലൂടെ കാർബോഹൈഡ്രേറ്റും RUBPനെ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി C4 പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. C4 പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്തായിരിക്കും, 4 കാർബൺ കോമ്പൗണ്ട് ആയിരിക്കും. ലൈക്ക് മൈസ്, ജാവർ, ബജ്ര ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് C4 പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരായിരിക്കും, മീസോഫിൽ സെല്ലായിരിക്കും. പിന്നെ അതെന്തായിരിക്കും, ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആയ ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ് അവിടുത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ബണ്ടിൽ ഷീത്തിൽ CO2 ഫിക്സേഷൻ എന്താണ്, കാൽവിൻ സൈക്കിൾ വെച്ചാണ് നടക്കുന്നത്. അടുത്തത് ക്രാൻസ് അനാറ്റമി ആണ്. ക്രാൻസ് അനാറ്റമി നമ്മളുടെ C4 പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. അവിടെ എന്താണ്, 2 ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ക്രാൻസ് അനാറ്റമി എന്ന് പറയുന്നത്. കൂടാതെ അവിടെ വസ്കുലർ ബണ്ടിൽസ് ഉണ്ടാവില്ലേ, വസ്കുലർ ബണ്ടിൽസിന് ചുറ്റായിട്ട് ഒരു ബണ്ടിൽ ഷീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ലീഫ് അനാറ്റമിക്കാണ് നമ്മൾ എന്ത് പറയാ, ക്രാൻസ് അനാറ്റമി എന്ന് പറയുന്നത്. അവിടെ മീസോപ്പിൽ എന്താണ്, സ്മോൾ ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും, പക്ഷേ അവിടുത്തെ ഗ്രാന ഡെവലപ്ഡ് ആയിരിക്കും. പക്ഷേ ബണ്ടിൽ ഷീറ്റിന്റെ കേസിൽ ലാർജ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും, അവിടെ ഗ്രാന ഉണ്ടാവില്ല. കൂടാതെ അവിടെ എന്താണ്, സ്റ്റാർച്ച് ഗ്രെയിന് ഫില്ല് ചെയ്തിട്ടുണ്ടാവും, ആ ക്ലോറോപ്ലാസ്റ്റിൽ സ്റ്റാർച്ച് ഗ്രെയിന് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അടുത്തത് നമ്മളുടെ C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്താ പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ആണ്. C3 പ്ലാന്റ്സിൽ ഒരു തവണ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുള്ളൂ, പക്ഷേ C4 പ്ലാന്റ്സിലോ ട്വൈസ് ആണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ RUBP ആണ്, ഓൺലി RUBP ആണ്. ഇവിടെ എന്താണ്, C4 പ്ലാന്റ്സിലാണെങ്കിൽ കുറേ അക്സെപ്റ്റേഴ്സ് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സിങ് എൻസൈമിൽ C3യിൽ എന്താ വരുന്നത്, RUBP കാർബോക്സിലേസ് ആണ്. പക്ഷേ C4ലോ പെപ്പ് കാർബോക്സിലേറ്റ്, പെപ്പ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫോ ഫീനോൾ പൈറോവിക് ആസിഡ് കാർബോക്സിലേസ് ആണ് C4ൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സിങ് എൻസൈം. പിന്നെ C3യിൽ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്തായിരിക്കും, 3 കാർബൺ കോമ്പൗണ്ട് ആയിരിക്കും. C4ലോ 4 കാർബൺ കോമ്പൗണ്ട് ആയിരിക്കും ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ കോൺസെൻട്രേഷൻ CO2ന്റെ കോൺസെൻട്രേഷൻ ഹയർ ആണെങ്കിലേ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ C3ന്റെ കേസിൽ. പക്ഷേ ലോ കോൺസെൻട്രേഷന്റെ കേസിലും C4 പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കും. അതുപോലെ തന്നെ ലീഫ് അനാറ്റമി, ക്രാൻസ് അനാറ്റമി ആബ്സെന്റ് ആയിരിക്കും C3യിൽ, പക്ഷേ C4ൽ ക്രാൻസ് അനാറ്റമി പ്രസന്റ് ആയിരിക്കും. ഫോട്ടോ റെസ്പിറേഷനും ഇവിടെ പ്രസന്റ് ആണ്, C3യിൽ പ്രസന്റ് ആണ്, പക്ഷേ C4ൽ എന്താണ്, ആബ്സെന്റ് ആണ്. പക്ഷേ C3 എന്താണ്, ലെസ് എഫിഷ്യൻ്റ് ആണ്, C4 മോർ എഫിഷ്യൻ്റ് ആണ്. ഇതാണ് നമ്മളുടെ C3 C4ഉം തമ്മിലുള്ള ഡിഫറൻസ്. ചെറിയ ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.